ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്കും സുഖമാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു വീഡിയോ കൂടെ ആയിക്കോട്ടെ. ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ, അപ്പോൾ ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ന് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ മഴയൊക്കെ നനഞ്ഞു. മഴ നനഞ്ഞു സുഹൃത്തുക്കളെ, മഴ നനഞ്ഞു. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. ആരും വീഡിയോ മിസ് ചെയ്യരുത്. എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിനെ തുടർന്നുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കരുതി ഇന്നൊരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ആയിക്കോട്ടെ. നമ്മുടെ മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിക്കാമെന്ന് കരുതിയിട്ട് ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ ഉടുത്ത് അപ്പോൾ ഞാൻ തല കെട്ടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സിമ്പിൾ മേക്കപ്പ്. നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അതിൻ്റേതായ ഒരു മേക്കപ്പ്. കല്യാണത്തിന് പോകുമ്പം അതിൻ്റേതായ മേക്കപ്പ്, മരണത്തിന് പോയ അതിൻ്റേതായ മേക്കപ്പ്, അല്ലാണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതി. വലിയ മേക്കപ്പൊന്നുമില്ല സുഹൃത്തുക്കളെ. കുഞ്ഞായിട്ട് ലിപ്സ്റ്റിക്കും മസ്കാരയും കുസ്കാരയും ഒന്നും ഇടുന്നില്ല. കുഞ്ഞായിട്ടുള്ളൊരു മേക്കപ്പ്. തല കെട്ടുക, ഇച്ചിരി ക്രീം ഇടുക, 2 പൗഡർ ഇടുക, കഴിഞ്ഞു. ഒന്ന് കണ്ണെഴുതുക, ഒന്ന് സിന്ദൂരം തൊടുക. അപ്പോൾ ഞാൻ തലയൊക്കെ കെട്ടിക്കഴിഞ്ഞ് സ്ലൈഡൊക്കെ വെച്ച് മുടിയൊന്നും നന്നായിട്ട് ഉണങ്ങിയില്ല കേട്ടോ. കുളി കഴിഞ്ഞ് വന്ന ഉടനെ ആയതുകൊണ്ട് മുടി ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് തല കെട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. നമ്മൾ പറയുന്നത് പോലെയൊന്നും കേൾക്കില്ല നമ്മളെ തലമുടി. അപ്പോൾ നല്ല തലമുടിക്ക് നല്ല നനവുണ്ട്. അതുകൊണ്ട് തല കെട്ടക്കവും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മുടിയൊക്കെ നല്ല ഉണങ്ങി നല്ല ഇതായി ഷൈനിങ്ങിൽ കിടന്നാലേ നമുക്ക് കെട്ടിയാലും അതിൻ്റേതായ രീതിക്ക് കിട്ടുള്ളൂ. ഞാനിത് കുളി കഴിഞ്ഞ ഉടനെ മുടി ഉണക്കാനൊന്നും നിൽക്കുന്നില്ല. പോകാൻ ധൃതിയാണേ. കൂടെ ഉള്ളവരൊക്കെ റെഡിയായെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെ കൂടെ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എവിടെയാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പല വീഡിയോയില്ല. ഇപ്പോൾ വീഡിയോ ഇടുന്നത് കുറവാണല്ലോ. വീഡിയോ ഒന്നും കറക്റ്റായി വരുന്നില്ല. ലൈവൊക്കെ വരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും വരുന്നില്ല. അപ്പം എൻ്റെ സഹോദരൻ്റെ മോൾക്ക് കല്യാണമൊക്കെ ആയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ ഗോൾഡ് എടുക്കാൻ പോകുന്നുണ്ട്. കൂട്ടത്തിൽ എന്നെയും വിളിച്ച് വെറുതെ ഒന്ന് പോയി നമുക്കും ജ്വല്ലറിയിലൊക്കെ കയറി ഒന്ന് കറങ്ങി വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തലകെട്ടെല്ലാം കഴിഞ്ഞു. ഇച്ചിരി ക്രീമൊക്കെ എടുത്ത് മുഖത്തിട്ട് ഇനി ഇത്തിരി പൗഡർ ഇടണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ആരും വീഡിയോ കാണരുത്. നമ്മൾ അടുക്കള വിശേഷമായാലും മറ്റുള്ള വിശേഷമായാലും മേക്കപ്പ് ആയാലും എന്തായാലും എല്ലാം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നുണ്ട്. അടുക്കളയിൽ ഒതുങ്ങിക്കൂടി വീട്ടിൽ ഒതുങ്ങിക്കൂടി ഒക്കെ ഇരുന്ന ഞാനാണ് ഇപ്പം വന്ന് നമ്മുടെ അടുക്കള വിശേഷവും മേക്കപ്പും എല്ലാം ഇപ്പം ലൈവ് പോയിപ്പോൾ ലൈവ് തന്നെയാണ് ഓർമ്മ. ലൈവ് പോകുന്നതുകൊണ്ട് കറക്റ്റ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. വീഡിയോ ഇടാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. ലൈവിൻ്റെ പിന്നാലെ ഓടുന്നത് കൊണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അതൊക്കെ തന്നെയാണ്. നനഞ്ഞ മുഖവും ഒക്കെ ആയതുകൊണ്ട് പൗഡർ ഇടാനും സിമ്പിളായിട്ടൊക്കെ തന്നെ ഒരുങ്ങുന്ന. വലിച്ചു വാരിയൊന്നും പൂശുന്നില്ല. ഇന്നാളെ നമ്മൾ ലൈവിലൊക്കെ വന്ന് ഒരുങ്ങി വന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ നമ്മളായിട്ട് കളിയാക്കി ചിരിയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നമ്മളായിട്ട് കളിയാക്കി ചിരിയായിരുന്നു. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഒരുങ്ങാം. കണ്ണൊക്കെ വെള്ളയടിച്ചില്ല. കണ്ണിൽ രക്തമയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കണ്ണൊക്കെ ചത്തെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണിന് കാഴ്ചയില്ല. കണ്ട വിളവിളായിരിക്കുന്നു നമ്മുടെ കണ്ണൊക്കെ. രക്തമയമേ ഇല്ല. കണ്ണിൻ്റെ പവറൊക്കെ നശിച്ച് വരുന്നു. അതിൻ്റേതായ ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെന്തുണ്ട്? പറ്റുമെങ്കിൽ നമുക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സും കൂടെ എടുക്കണം. ഞാനിതുവരെ ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. ഇപ്പോൾ ജ്വല്ലറി പോകുന്ന കൂട്ടത്തിൽ കുറേ പേരുണ്ട് പോകാനൊക്കെ. അപ്പോൾ അവരൊക്കെ
ഗോൾഡൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് ഞാനും പോയി. എനിക്കും സാരിയൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം. ഒന്നും ഐഡിയ ഇല്ല, നോക്കട്ടെ. അപ്പം നമ്മളെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കയ്യിൽ വളയൊക്കെ എടുത്ത്, ഒരു കയ്യിൽ സാരിക്ക് മേച്ചായ വള, മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിരിക്കും, എൻ്റെ മേക്കപ്പൊക്കെ കണ്ടിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗോൾഡൊക്കെ നമ്മളടുത്ത് വാരി ഇടുന്നുണ്ട്. എന്താ ചെയ്യുക അല്ലേ? കയ്യിലൊന്ന് നെയ് പോളിഷും കൂടെ ഇടാം. ഒന്ന് ഉണങ്ങാനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ഞാൻ മുന്നേ കൂട്ടിയൊന്നും എടുത്ത് വയ്ക്കില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ തലേ ദിവസമേ കയ്യിൽ നെയ് പോളിഷ് ഇടണമെന്നോ അങ്ങനെ എന്തെങ്കിലും സജ്ജീകരണം ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോഴും റെഡിയാവുക, അപ്പോഴും കിട്ടുന്നത് പോലെയൊക്കെ വാരി പൂശിയിട്ടൊക്കെ ഓടും. പിന്നെന്തുണ്ട് വിശേഷം? ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ. ഞാൻ സൗണ്ടൊക്കെ കളഞ്ഞിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഒരുങ്ങുന്നത് കൊണ്ട് സൗണ്ടൊക്കെ കയറി വരുന്നതും, അതുപോലെ നമ്മൾ തലയൊക്കെ കെട്ടിക്കൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വോയിസ് ഓവർ കൊടുത്താലേ, മൈക്കൊന്നുമില്ലാണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്താൽ ഫാനിൻ്റെ ഇതിൽ ഒരുങ്ങുന്നതിൻ്റെ ധൃതിയിലും ഞാൻ പറയണതെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ ഞാൻ പാട്ട് പാടുന്നുണ്ട്, തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റേതായ രീതികൾ ഓരോന്നും കാണിച്ച് ഞാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇച്ചിരി സ്പ്രേയും കൂടെ അടിക്കാം. ഇല്ലെങ്കിൽ വേർപ്പ് നാട്ടമൊക്കെ ഇനി ആരെങ്കിലും കൂട്ടത്തിൽ പോകുമ്പോൾ അത് അടിച്ചടിച്ച് ശീലമായിപ്പോയി കേട്ടോ. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കണ്ടോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചേച്ചിയെയും ചേച്ചിയുടെ മേക്കപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്, ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോ മക്കളെ. ലൈക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ.